ഹലോ, നമ്മൾ മൂന്നാറിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് തിരിച്ചെത്തിയിട്ടോ. ന്യൂ ഇയറിൻ്റെ 2 ദിവസം മുൻപാണ് നമ്മൾ എത്തിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നേ. പിന്നെ ഇതേ ഇവർ ബാക്കിലിരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫോൺ കിട്ടിയാൽ പിന്നെ സൈലൻ്റാണ് രണ്ടുപേരും. അപ്പോൾ അതേ പൂപ്പാറ വഴിയാണ് വന്നത്. നല്ല രസമാട്ടോ. അതിലൂടെ വരുമ്പോൾ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ തന്നെ വന്നത്. അപ്പോൾ അതേ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു. നല്ല ഇരുട്ടായി നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും. പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരക്കായിരുന്നു. ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഇത് കണ്ടോ, അതാണ് ആദ്യത്തെ ബ്ലോക്ക്. ആ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുന്നിലാണ് ഈ ബ്ലോക്ക് തുടങ്ങിയത്. ഇതൊരു 1.5 മണിക്കൂർ ആയില്ല, 1 മണിക്കൂർ നിന്നു ഇവിടെ. അത് കഴിഞ്ഞ് പതുക്കെ ബ്ലോക്കൊക്കെ മാറി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ പതുക്കെ അവിടുത്തെ ബ്ലോക്കൊക്കെ ഒന്ന് മാറി ഞങ്ങൾ പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഭയങ്കര വണ്ടികളാട്ടോ, ഒരുപാട് വണ്ടികളുണ്ടായിരുന്നേ. നല്ല തിരക്കായിരുന്നു റോഡിൽ. പിന്നെ അങ്ങനെ ബ്ലോക്കൊക്കെ മാറി പതുക്കെ പോയി തുടങ്ങി. പിന്നെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് എടുത്തിട്ടാണിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒന്നവിടെ വണ്ടി നിർത്തി കഴിച്ചായിരുന്നേ. അത് ഞാൻ എടുത്തില്ല. പിന്നെ ഇതേ വണ്ടി നിർത്തി ഇറങ്ങി വീഡിയോ എടുത്താണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞങ്ങൾ ഇറങ്ങി അവിടെ കയറിയിട്ട് വീഡിയോ എടുത്തതാണത്. ആമി ആ ഇല പറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ, അവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ടതേ അവരൊക്കെ വണ്ടിയിൽ കയറി പോകാൻ നിൽക്കുകയാണേ ഞങ്ങൾ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതേ പോകുന്ന വഴി മറയൂരിൽ അവിടെ എത്തിയപ്പം വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അതും എടുത്തു കേട്ടോ. പിന്നെ അതേ ഇവിടെ ഒരു കുരങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നു. അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ വേറൊന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ആമയും ദൈവവും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലാസ് തുറന്നിട്ടെടുത്തതാണ്. ഞങ്ങൾ ഇതിനെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേഗം ഗ്ലാസ് അടയ്ക്കും. പക്ഷേ ഇതിങ്ങനെ എടുക്കാൻ വേണ്ടി ദൂരെ ആയതുകൊണ്ട് എടുത്തു. പിന്നെ കുറച്ച് ശർക്കര വാങ്ങിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മറയൂർ എത്തിയപ്പോൾ അവിടെ നിർത്തി ചേട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ശർക്കര. നല്ല ടേസ്റ്റ് അവിടുത്തെ ശർക്കര. അപ്പോൾ ഞങ്ങളതേ മറയൂർ ടൗണാണിത്. അപ്പോൾ അതിലൂടെ വന്നുകൊണ്ടിരിക്കുക. ഇടയിൽ പെട്രോൾ അടിക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പെട്രോളും അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയും കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അവിടെ ഇങ്ങനെ ന്യൂ ഇയറിൻ്റെ ആയതുകൊണ്ട് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു വണ്ടികളുടെ. അപ്പോൾ അതേ ചേട്ടൻ എൻ്റർ ചെയ്തിട്ട് വരികയാണ്. പിന്നെ ഞങ്ങളങ്ങനെ കാടിലേക്ക് കയറി. അങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമാട്ടോ. പക്ഷേ റോഡ് ചെറുതായതുകൊണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറിക്കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെയും കുറേ കുരങ്ങന്മാരിനെ കണ്ടിരുന്നു കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ. അപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ട് വീഡിയോ എടുത്തതാണ്. അവിടെ ഇഷ്ടം പോലെ തലയിൽ പേന് നോക്കി കൊടുക്കുകയാണോ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും എൻ്റർ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകും. അപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങി കേട്ടോ. കുറച്ച് സമയം ഏകദേശം 6 മണിയായി. അപ്പോൾ ഈ അടുത്ത ബ്ലോക്കാണ് കേട്ടോ. ഇത് അവിടെയായിരുന്നു കുറേ നേരം നിൽക്കേണ്ടി വന്നത്. ഇവിടെ എത്തിയിട്ട് ഒരു 1 മണിക്കൂർ മീതെ ഞങ്ങളിവിടെ നിന്നു. എന്തോ വണ്ടി ഫ്രണ്ടിൽ എന്തോ അടി തട്ടിയിട്ട് എന്തോ വണ്ടി റോഡ് സൈഡ് മാറി കൊടുക്കാൻ പറ്റാതെ നിന്നതായിരുന്നു. അങ്ങനെ ബ്ലോക്കായതാണ്. അപ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു ഇവിടെ. ഇരുട്ടായി. ഞങ്ങൾ 6 മണിക്ക് നിന്ന് 7 മണിയായി. അവിടുന്ന് ബ്ലോക്ക് മാറി. അപ്പോൾ ഇരുട്ടായി. നല്ല പേടിയായിരുന്നു കേട്ടോ പോകുമ്പോൾ. അപ്പോൾ പോകുന്ന വഴിയിൽ ആനനെ കണ്ടിരുന്നു. അത് പക്ഷേ വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ നമ്മൾ നിർത്തിയില്ല, ഇരുട്ടായില്ലേ. ഭയങ്കര പേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് കടന്ന് കിട്ടിയത്. അപ്പോൾ ഈ സൈഡിൽ ഈ ഭാഗം കഴിഞ്ഞിട്ടാണ് കേട്ടോ കണ്ടത്. ഏട്ടനൊരു ഭാഗത്ത് കണ്ടു. ഈ റൈറ്റ് സൈഡിൽ ഏട്ടൻ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് പിന്നെ ഞാൻ കണ്ടിരുന്നത്.
അപ്പോൾ അത് വീഡിയോയിൽ നമുക്കങ്ങനെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ പേടിച്ചാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കാട്ടിലൂടെ. ഇപ്പോൾ നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇനി ഫുള്ള് വെളിച്ചും കാര്യങ്ങളൊക്കെ അതിൽ കാട്ടിനകത്ത് വെളിച്ചമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തി. അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.